നമസ്കാരം. കഴിഞ്ഞ ദിവസം ശ്രീ ഷാജിസ് കറിയെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഷാജിസ് കറിയുടെ ഓഫീസും ഷാജിസ് കറിയും ഒക്കെ അപകടത്തിലാണെന്നും അതിൻ്റെ ഒരു സൈക്കോളജിക്കലി ഞാൻ പഠിപ്പിക്കുന്ന ഒരു വിഷയമായിട്ട് ബന്ധപ്പെടുത്തിയത് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ ഒരു കമൻറ്റ്, ആ വീഡിയോയ്ക്ക് താഴെ വന്നൊരു കമൻറ്റാണ് ഈ വീഡിയോയ്ക്ക് ആധാരം. വേറൊന്നുമല്ലത്, ഇസ്ലാമിനെ, മുസ്ലിങ്ങളെ അടച്ച് ആക്ഷേപിക്കുന്ന ഒരു സംഘപരിവാർ ആശയക്കാരനാണ് ഷാജിസ് കറിയ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നതാണ് എന്താണ് ഇസ്ലാം, എന്താണ് പൊളിറ്റിക്കൽ ഇസ്ലാം, എന്താണ് ഷാജിസ് കറിയ. ഇസ്ലാമിനെ കുറിച്ച് ഒരു മോശം അഭിപ്രായം അധികം ആൾക്കാർക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ചിലരെ കുറിച്ച് അങ്ങനെ ഉണ്ട് താനും. യഥാർത്ഥത്തിൽ എന്താണ് ഇസ്ലാം എന്നത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ കഥ നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഒരു അല്പം ബേക്കൊക്കെ പോകണം. അല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കേരളത്തിൽ ഇസ്ലാം പിറവിയെടുത്ത ആ സമയം മുതൽ. ഇപ്പോൾ മാലിക് ദിനാറും കൂട്ടരും ഇവിടെ ആദ്യം കേരളത്തിൽ വരുന്നത്, ആദ്യത്തെ മുസ്ലിങ്ങൾ. ആ മുസ്ലിങ്ങൾ വന്ന സമയത്ത് ഇവിടെ 13 പേര് ഇവിടെ കാലുകുത്തുമ്പോൾ ഇവിടെ വേറെ മുസ്ലിംസ് ഇല്ല. മുസ്ലിം എന്താണ് എന്ന് ഇവിടെ ഉള്ളവർക്ക് അറിയില്ല. ഇവരിവിടെ കച്ചവടത്തിന് ഇവിടെ വന്ന് അവിടെ അവർ ജീവിച്ചിങ്ങനെ പോകുന്ന സമയത്ത് ഇവരുടെ നടപ്പും ഭാവവും ഇവരുടെ പെരുമാറ്റവും ഒക്കെ കണ്ടുകൊണ്ട് അവിടെയുള്ള വ്യക്തികൾ, മറ്റുള്ള ജാതി വർഗങ്ങൾ, ഹിന്ദുക്കളാണ് പ്രധാനമായിട്ടും ഉള്ളത്, ആ വിഭാഗങ്ങളൊക്കെ അവരിലേക്ക് ഈ വ്യക്തികളെ ചേർക്കുകയായിരുന്നു. ജാതിപരമായിട്ട് ചേർക്കണം എന്നല്ല പറഞ്ഞത്, സ്നേഹം കൊണ്ട് അവരെ ചേർത്ത് പിടിക്കുകയായിരുന്നു. ഏറ്റവും കൂടുതൽ കോഴിക്കോട് സാമൂതിരിയുമായി പിൽക്കാലത്ത് ബന്ധപ്പെട്ട് വന്നിരുന്ന വ്യക്തികൾ, അവരെ മന്ത്രിസഭയിൽ വരെ ഉണ്ടായിരുന്നു ആ മുസ്ലിം മന്ത്രിമാർ. അപ്പോൾ ആ നിലയിൽ ഒരു കൂടുതൽ ഹിന്ദുക്കൾ ഭൂരിപക്ഷമായിട്ടുണ്ടായിരുന്ന ഒരു പ്രദേശത്ത് മുസ്ലിമിന് വളരെ നല്ലൊരു പ്രാതിനിധ്യം കിട്ടിയിരുന്നു, അല്ലെങ്കിൽ ഒരു പരിഗണന കിട്ടിയിരുന്നു. ആ ഒരു സ്നേഹം, ബന്ധം, ഇവരുടെ പെരുമാറ്റം എല്ലാം കൊണ്ട് ഒരു മുസ്ലിമിന് നായർ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്ന രീതി വരെ ഉണ്ടായിരുന്നു. കല്യാണം കഴിച്ചിട്ട് അതിലുണ്ടാകുന്ന കുട്ടികളെ, ഈ നായർ പെൺകുട്ടിയെ മതം മാറ്റണമെന്നൊരു നിർബന്ധമൊന്നുമില്ല. അന്ന് നിർബന്ധിത മതമാറ്റവും ലവ് ജിഹാദൊന്നും ഇല്ല. ലവ് ജിഹാദിൻ്റെ കാര്യം ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഇതിൽ പിറവിയെടുക്കുന്ന കുട്ടികൾ, പ്രസവിക്കുന്ന കുട്ടികളെ പിതാവിൻ്റെ മതം പിന്തുടരണമെന്ന് രാജകൽപ്പന പോലും ഉണ്ടായിരുന്നു എന്നാണ്. എന്നാൽ ഇവിടെ കൊടുങ്ങല്ലൂരിൽ ഒരു രാജാവ് നബിയെക്കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചും ഒക്കെ മനസ്സിലായപ്പോൾ അദ്ദേഹത്തിൻ്റെ രാജ്യം എല്ലാ അനന്തരാവകാശികൾക്ക് വിട്ടുകൊടുത്തിട്ട് നേരെ അറബ് രാജ്യത്തേക്ക് പോയി ഹജ്ജൊക്കെ ചെയ്ത് മുസ്ലിമായി അവിടെ മരണപ്പെട്ട ഒരു കഥയും ഇവിടെ ഉണ്ട്. ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇവിടെ ഇസ്ലാമിൻ്റെ ആവിർഭാവ കാലത്തും ഇവിടെ മൊത്തത്തിലല്ല ഞാൻ പറയുന്നത്, അതുപോലെ അവരിവിടെ ജീവിച്ച് വളർന്നു വന്ന വികസിച്ചു വന്ന കാലഘട്ടത്തിലും മുസ്ലിമിനെ ഇവിടെ ആർക്കും ഒരു എതിർപ്പും ഉണ്ടായിരുന്നില്ല. അതോ ഉണ്ടായിരുന്നെങ്കിൽ ജാതി വർണ്ണ വ്യവസ്ഥകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് താഴ്ന്ന ജാതിക്കാർ എന്ന് മുദ്രകുത്തി ഒരു വിഭാഗത്തെ ആക്ഷേപിക്കുന്ന ഒരു വിഭാഗത്തിന് മാത്രമായിരുന്നു ഇവരോട് കലിപ്പുണ്ടായിരുന്നത്. കാരണം അവർക്കുള്ളൂ, മറ്റുള്ളവരൊക്കെ അവർ ചേർത്ത് പിടിക്കുന്നുണ്ടല്ലോ, ഇവർക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ സമൂഹത്തിൽ ഒരു ഉന്നത വ്യക്തിത്വങ്ങളായിരുന്നു എന്ന് പറയാം പെരുമാറ്റം കൊണ്ട്. അതുകൊണ്ടാണ് അവരുടെ പെൺമക്കളെ ഇവർക്ക് ഈ മുസ്ലിംസിന് കെട്ടിച്ചു കൊടുത്തതും. അങ്ങനെ നമ്മുടെ ഈ സമൂഹം ഇവിടെ വളർന്നു വന്നതും. മുസ്ലിങ്ങൾ വളർന്നത് അങ്ങനെയാണ്, കണ്ടതുകൊണ്ടാണ്. അവരുടെ ജീവിതം, മറ്റുള്ളവരോടുള്ള പ്രവൃത്തി, സ്നേഹം, ദയാവായ്പ്, കാരുണ്യം ഒക്കെ എങ്ങനെയാണ് ഒരു മനുഷ്യൻ എന്നത് മാതൃക കാണിച്ചു കൊടുത്തുകൊണ്ട് അവർ ജീവിച്ചപ്പോൾ അവരിലേക്ക് കൂടുതൽ ആൾക്കാർ ആകർഷകരായി. അങ്ങനെ മതത്തിലെ വിശ്വാസികൾ, ഇസ്ലാം മത വിശ്വാസികൾ വളർന്നു വന്നു. അങ്ങനെ വളർന്നു വന്നിട്ടും അതിൽ ചില ആചാരങ്ങൾ ഇപ്പോഴും വിട്ടുപോയിട്ടില്ല എന്ന് ഇപ്പോഴും നമുക്ക് മനസ്സിലാവും. ഉദാഹരണത്തിന് വയറ്റ് നേർച്ച എന്ന് പറയുന്ന ഒരു തെക്കൻകാലത്തിൽ മുസ്ലിംസ് കൊണ്ടു നടക്കുന്ന ഒരു പരിപാടിയുണ്ട് ഗർഭിണിയായിരിക്കുന്ന സമയത്ത്. അതവിടെ അപ്പുറത്ത് വയറ്റ് പൊങ്കാല എന്നൊരു പരിപാടിയായിട്ട് വേറെ നടക്കുന്നുണ്ട്. അവരങ്ങനെ മുസ്ലിമായി എന്ന് പറയുമ്പോഴും അവരുടെ ആചാര രീതികളെ കൂടി ഇസ്ലാമികവൽക്കരിച്ച് വന്നു എന്ന് വേണമെങ്കിൽ പറയാം. എങ്കിലും അവരുടെ സ്വഭാവ രീതികളിൽ, മറ്റുള്ളവരുടെ പെരുമാറ്റങ്ങളിൽ, കരുണാവായ്പകളിൽ, സ്നേഹത്തിൽ, സമ്പത്ത് വീതിക്കുന്ന കാര്യത്തിൽ, മറ്റുള്ളവർ ചേർത്ത് നിർത്തുന്ന കാര്യത്തിലൊക്കെ ശരിക്കൊരു മുസ്ലിമായി ആയിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി അന്നത്തെ കാലത്ത്. ഇപ്പോൾ നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. മുസ്ലിം വിഭാഗത്തിൽ നമ്മുടെ കേരളത്തിൽ എത്ര വിഭാഗങ്ങളാണുള്ളത് അറിയും? എനിക്കറിയില്ല എത്ര വിഭാഗം ഉണ്ടെന്നുള്ളത്. ഈ വിഭാഗങ്ങളൊക്കെ പരസ്പരം എങ്ങനെയാണ് അവർ പെരുമാറുന്നത്, എങ്ങനെയാണോ ഒന്ന് ആലോചിച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി.
അപ്പോൾ സ്വന്തം സമുദായത്തിലെ സ്വന്തം വിശ്വാസ സംഹിതയിൽ ജീവിക്കുന്ന ഒരേ മതത്തിൽ, ഒരേ ദൈവത്തിൽ, ഒരേ കിതാബിൽ വിശ്വസിക്കുന്ന വ്യക്തികൾ തമ്മിൽ എന്തിന് ഈ വൈരം, എന്തിന് ഈ വാഗ്വാദങ്ങൾ? അത് ശരിയാണ്. അങ്ങനെ നിങ്ങൾ തമ്മിൽ, അതായത് ഈ മുസ്ലിങ്ങൾ തമ്മിൽ, സഹോദരങ്ങൾ തമ്മിൽ ഇങ്ങനെ കലഹിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ സഹോദര മതങ്ങളെ എങ്ങനെ നിങ്ങൾ ചേർത്ത് പിടിക്കും? എങ്ങനെ ചേർത്ത് പിടിക്കാൻ പറ്റും? അവിടെയാണ് പൊളിറ്റിക്കൽ ഇസ്ലാം പിറവിയെടുക്കുന്നത്. ശരിക്ക് ഒരു ഇസ്ലാം എന്ന് പറയുന്നത് ശരിക്ക് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ള യാ അയ്യുഹന്നാസ് എന്ന ആ ഒരു മനുഷ്യരെ കാണുന്നത് പോലുള്ള രീതിയാണ്. അവിടെ ജാതി മതമൊന്നുമില്ല. അള്ളാഹ് എന്ന സർവശക്തനായ ദൈവത്തിന് ജാതി മതമൊന്നുമില്ല. അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന വിഭാഗത്തിന് ഒരുപക്ഷെ ജാതി മതമൊക്കെ ഉണ്ടാവും. അള്ളാഹ് അങ്ങനെയല്ല വിളിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അതേ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങളെ വിഭാഗങ്ങളായിട്ട്, വിവിധ വിഭാഗങ്ങളായി സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങൾ പരസ്പരം അറിയാനും സ്നേഹിക്കാനും ഒരുമിച്ച് നിൽക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. ഒരേ ഇതായിട്ടല്ല, ഒരു വിവിധ വിഭാഗങ്ങളായിട്ട് നിൽക്കുമ്പോൾ. അങ്ങനെ വരുമ്പോൾ ഞാൻ എൻ്റെ ദൈവത്തെ അള്ളാഹ് എന്ന് വിളിക്കും. ഒരു ഹിന്ദു അവൻ്റെ ദൈവത്തെ ജഗതി ഈശ്വരൻ എന്ന് വിളിക്കും. എന്താണ് അള്ളാഹ്? പ്രപഞ്ചനാഥനായ അള്ളാഹ്, പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കും, ജഗന്നീയന്തവായ ദൈവം, അങ്ങനെയല്ലേ പറയാം. അത് തന്നെയല്ലേ ജഗതീശ്വരൻ. ഒരാൾ ജഗതീശ്വരൻ എന്ന് വിളിക്കുന്നു, ആ ജഗതീശ്വരനെ വിശ്വസിച്ച് അവൻ ജീവിച്ചു വരുമ്പോൾ അവൻ മുസ്ലിമാണ്. അവൻ്റെ പേര് ശങ്കരനെന്നോ കോവാലെന്നോ ഒക്കെ ആയിരിക്കും. അവന് മുഹമ്മദും അതുപോലെ വേറെന്തും ആയിക്കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി അപ്പുറത്ത് സർവശക്തനായ ദൈവത്തിൽ വിശ്വസിച്ച് വരുന്ന, ഏകദൈവത്തിൽ വിശ്വസിച്ച് വരുന്ന, പ്രപഞ്ചശക്തിയിൽ വിശ്വസിച്ച് വരുന്ന ഒരു ക്രിസ്ത്യാനി അവൻ മുസ്ലിമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇവിടെ നിങ്ങൾ വിവിധ സമൂഹമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് സമൂഹത്തിൽ ജനിച്ചുവോ ആ സമൂഹത്തിൽ ഉത്തമരായി എന്തുകൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല? അപ്പം നിങ്ങൾക്ക് മുസ്ലിം ആയിക്കൂടെ? അതന്നെയല്ലേ മുസ്ലിം. അതല്ലേ ലക്കും ദീനിക്കും വലിയ ദീൻ എന്ന് പറഞ്ഞു. അവൻ്റെ മതം, നിനക്ക് നിന്റെ മതം. നീ എന്ത് ചെയ്യണ്ട, നീ അവൻ്റെ മതത്തെ ചൊറിയാൻ പോകണ്ട. നീ ഏത് മതത്തിൽ ജനിച്ചോ, ഏത് വിശ്വാസ സംഹിതയിൽ ജനിച്ചോ അതിൻ്റെ ഏറ്റവും ഉത്തമമായ വിഭാഗത്തിൽ നിന്നുകൊണ്ട് നീ ജീവിക്കുക എന്നല്ലേ പഠിപ്പിച്ചത്. അങ്ങനെയല്ലേ നബി പഠിപ്പിച്ചത്, അങ്ങനെയല്ലേ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. വേറെ എന്തെങ്കിലും ആണോ? നീ ഹിന്ദുവിനെ ക്രൂശിക്ക്, അല്ലെങ്കിൽ നീ മുസ്ലിമിനെ ക്രൂശിക്ക്, ഇനി അതല്ലെങ്കിൽ ക്രിസ്ത്യാനി നീ ശരിയാക്കുക എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. ഇതൊന്നും പറയുന്നില്ല. വിശ്വാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സർവശക്തനായ ദൈവത്തെ വിശ്വസിക്കുക, അതാണ് പറയുന്നത്. ആ ദൈവത്തെ വിശ്വസിച്ച് കഴിഞ്ഞാൽ അവൻ മുസ്ലിം തന്നെയാണ്. ഇത് തിരിച്ചറിയാതെ കൈ ഇവിടെ കെട്ടണോ, ഇവിടെ കെട്ടണോ, അല്ലെങ്കിൽ താഴെ കെട്ടണോ, അതല്ലെങ്കിൽ ഒന്ന് കൈ നിവർത്തിയിടണോ എന്ന് ഉള്ള കാര്യത്തിൽ പോലും തർക്കമിടുന്ന, സ്വന്തം സഹോദരങ്ങളുമായി സദാ കലഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു വിഭാഗത്തെ നമ്മുടെ രാജ്യത്തെ മറ്റ് സമൂഹങ്ങൾ, മുസ്ലിം എന്ന് വിശേഷിക്കപ്പെടാത്ത മറ്റു വിഭാഗങ്ങൾ വെറുത്തു തുടങ്ങിയതെന്നോ അന്നാണ് പൊളിറ്റിക്കൽ ഇസ്ലാം പിറവിയെടുക്കുന്നത്. രാഷ്ട്രീയം മാത്രമല്ല, മറ്റു മനുഷ്യരൊക്കെ തങ്ങൾക്ക് വെറുക്കപ്പെട്ടവരാണ്, അല്ലെങ്കിൽ തൻ്റെ ആരാധനാക്രമങ്ങളും തൻ്റെ ജീവിതശൈലിയും ഒക്കെയാണ് ശരി. അപ്പോൾ അത് പിന്തുടരുന്ന ഒരു വിഭാഗം മാത്രമാണ് ഇസ്ലാം, മുസ്ലിം. മറ്റു വിഭാഗങ്ങളെല്ലാം ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, നരകത്തിലേക്കാണ് എന്ന് പ്രചരിപ്പിക്കുന്നതാണ് തെറ്റ്. അവിടെയാണ് പൊളിറ്റിക്കൽ ഇസ്ലാം. അതാണ് പൊളിറ്റിക്കൽ ഇസ്ലാം. അത് അവൻ്റെ രാഷ്ട്രീയമാണ്, അവൻ്റെ ചിന്തയാണ്. അത് ദൈവം നമ്മളെ പഠിപ്പിച്ചതല്ല. ദൈവം അങ്ങനെ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. ദൈവം പഠിപ്പിച്ചത് എല്ലാ മനുഷ്യരും ഒരുപോലെയാണെന്നാണ്. എല്ലാ മനുഷ്യരെയും ഖലീഫയായിട്ടാണ് സൃഷ്ടിച്ചതെന്നാണ്. അവിടെയാണ് ഷാജൻസ്കറിയുടെ വാക്കുകൾക്ക് പ്രസിദ്ധി വരുന്നത്. ഷാജൻസ്കറി പറയുന്നത് എന്താണ്? ഇത്തരത്തിലുള്ള വാഗ്വാദങ്ങൾ അല്ലെങ്കിൽ വാദപ്രതിവാദങ്ങൾ നടത്തുന്ന മുഴുവൻ വിഭാഗങ്ങളെയും ഷാജൻസ്കറിയ വ്യാഖ്യാനിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് തന്നെയാണ്. അല്ലാതെ മറ്റുള്ള ഏത് വിഭാഗത്തെ പറയുന്നത് ഞാനും പറയും അവർക്ക് പൊളിറ്റിക്കൽ ഇസ്ലാമാണ്, അല്ലെങ്കിൽ ഒരു ഇസ്ലാം അല്ല, ഒരു വിശ്വാസിയാണ് എന്ന് പറയാൻ പറ്റില്ല. അതെങ്ങനെ പറയാൻ പറ്റും? ഒരു വിശ്വാസിയാണെങ്കിൽ ഉറുമ്പുകളെ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്, ഒരുപാട് സൃഷ്ടിച്ചിട്ടുണ്ട് അല്ലേ? ആ ഉറുമ്പുകൾ, ചോണനുറുമ്പ്, നെയ്യുറുമ്പ്, കട്ടുറുമ്പ്, അങ്ങനെ എത്രയല്ല ഉറുമ്പുകൾ, എനിക്കറിയില്ല എത്ര ഉണ്ടെന്നുള്ളത്. അതിൽ പുളിയുറുമ്പ് മാത്രം സ്വർഗത്തിൽ അല്ലേ? വിവിധ രീതിയിലുള്ള സ്വഭാവത്തിലുള്ള ഉറുമ്പുകളെ ദൈവം സൃഷ്ടിച്ചിട്ട് ആ മനുഷ്യൻ പറയുന്നു ഇതിൽ പുളിയുറുമ്പ് മാത്രം സ്വർഗത്തിൽ, ബാക്കിയുള്ളതൊക്കെ നരകത്തിൽ എന്ന്. ഇവിടെ ഹൈന്ദവരായ മാതാവിനും പിതാവിനും ജനിക്കുന്ന ഒരു കുട്ടി ഹിന്ദുവായിട്ടാണ് ജനിക്കുന്നത്, ഹിന്ദു മതത്തിലാണ് ജനിക്കുന്നത്. അവരതിനെ ഹൈന്ദവ ആചാരപ്രകാരം വിശ്വാസപ്രകാരം വളർത്തുന്നു. ഒരു മുസ്ലിം മാതാപിതാക്കൾക്ക് ജനിക്കുന്ന ആ കുട്ടികൾ ഇവിടെ മുസ്ലിമായി വളരുന്നു. അതുപോലെ തന്നെയാണ് ക്രിസ്ത്യാനികളും. മുസ്ലിം മാത്രമാണ് ശരിയെന്നുണ്ടെങ്കിൽ എന്തായി? ദൈവം ഇവരെ ഹിന്ദുവാക്കി സൃഷ്ടിച്ച് വളർത്തിക്കൊണ്ടുവന്നിട്ട് പിന്നെ അവൻ മുസ്ലിം ആയില്ലെങ്കിൽ അവൻ കാഫിറായി പോണ ഒരവസ്ഥയുണ്ടോ?
അല്ല, അവൻ്റെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. ഞാൻ നിങ്ങളെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത് എന്നല്ലേ ദൈവം, സർവശക്തനായ ദൈവം പറഞ്ഞു തന്നത്. എല്ലാ മതത്തിലും നീ ഒരു വിശ്വാസിയാണോ എന്നാണ് നോക്കുന്നത്, ഏത് വിശ്വാസിയാണെന്നുള്ളതല്ല. ഇവിടെയൊക്കെ അതാണ് കുഴപ്പം. അപ്പോൾ മറ്റു വ്യക്തികളെ, നീ അല്ലാതെ മറ്റ് ഏതൊരു വ്യക്തിയെയും ഹനിക്കുന്നതോ അവൻ്റെ മുതലുകൾ പിടിച്ചു പറിക്കുന്നതോ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് വാദിച്ചുകൊണ്ട് മറ്റുള്ളവരെ കുറ്റം പറയുന്നതോ അല്ലെങ്കിൽ അതിനുവേണ്ടി സമയം കണ്ടെത്തുന്നതോ വ്യക്തികളെല്ലാം പൊളിറ്റിക്കൽ തന്നെയാണ്. അതിൽ മുസ്ലിമിനെ പൊളിറ്റിക്കൽ മുസ്ലിം എന്ന് വിളിക്കുന്നു, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഈ വിളി കേട്ട് വിഷമിക്കുന്ന മുസ്ലിങ്ങൾ അവർ ചിന്തിക്കേണ്ടത് നിങ്ങൾ ഹൃദയത്തിലേക്ക് നോക്കുക എന്നുള്ളതാണ്. എന്നിട്ട് നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദര സമൂഹത്തെ കാണുമ്പോൾ, മറ്റ് സമൂഹങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ, മോശമായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തണം. ഇവിടെ മാലിക് ദിനാറും കൂട്ടരും വന്നപ്പോൾ, നബിയുടെ കാലത്ത് ഇവിടെ വന്നിട്ട് ഈ ദീനും ഇവരുടെ വിശ്വാസം സംഹിതകൾ എന്ത് കണ്ടുപിടി രാജാവ് രാജ്യം ഉപേക്ഷിച്ചുകൊണ്ട് അതേ മതം ആശ്രയിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു ദേശത്തേക്ക് കപ്പൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഒരു സുഹൃത്തിനെ, ഒരു സഹോദരനെ ചേർത്ത് പിടിക്കാൻ കൂടി കഴിയണം. ആ ഒരു മനസ്സിലേക്ക് നമുക്ക് മാറാൻ കഴിയണം. അങ്ങനെ മറ്റ് സമൂഹത്തെ കൂടി ചേർത്ത് പിടിക്കണം. എല്ലാ സമൂഹവും നമ്മുടെ സഹോദര മതങ്ങളാണെന്നും നിൽക്കുന്ന മുഴുവൻ ആൾക്കാരും നമ്മുടെ സഹോദരങ്ങളാണെന്നും എല്ലാം ഒരു ദൈവത്തിൻ്റെ തന്നെ സൃഷ്ടിയിലുള്ളതാണെന്നും വിവിധ സമൂഹങ്ങളായി സൃഷ്ടിച്ചുകൊണ്ട് മാത്രം ഇങ്ങനെ നിൽക്കുന്നുവെന്നും അത് നമ്മുടെ ജീവിതത്തിനും സ്വസ്ഥമായ ജീവിതത്തിനും സാഹോദര്യത്തിനും ഒക്കെ വേണ്ടിയിട്ട് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ദൈവം തന്നെ സൃഷ്ടി വെച്ചിട്ടുള്ള ഒരു സിസ്റ്റമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയ പോരെ, അങ്ങനെ ജീവിച്ചാൽ പോരെ, വല്ല കുഴപ്പമുണ്ടോ? പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് ഷാജൻ സ്കറിയ പറയുമ്പോൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് പൊള്ളുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചോളി, നിങ്ങളുടെ ഹൃദയത്തിലും എന്തോ കുഴപ്പമുണ്ട്. നമ്മൾക്കൊരു ഏത് മതക്കാരായാലും ആ മതത്തിൽ അവർ എക്സ്ട്രീം ലെവലിലേക്ക് മാറാൻ ശ്രമിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ വിഷമിച്ചുകൊണ്ടിരിക്കണം, വേറെ മാർഗ്ഗമില്ല. ഇവിടെ ഫണ്ടമെന്റലിസ്റ്റിലുണ്ടാകുന്ന എങ്ങനെ, കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് പറഞ്ഞിരുന്നു. തൻ്റെ മതമാണ് ശരി, തൻ്റെ വിശ്വാസമാണ് ശരി, അത് മറ്റുള്ളവർ അനുവർത്തിച്ച് പോന്നോളണം, അത് മാത്രം ചെയ്തുകൊള്ളണം എന്ന് വാശി പിടിക്കുമ്പോൾ ഫണ്ടമെന്റലിസ്റ്റായി മാറും, ഇല്ലേ? ഇവിടെ ഫണ്ടമെന്റലിസ്റ്റ് ആയില്ല എന്നുണ്ടെങ്കിലും അതിൻ്റെ സൂചനകൾ, വിമർശനങ്ങൾ, വർത്തമാനങ്ങൾ, വാഗ്വാദങ്ങൾ, എങ്ങനെ വാദപ്രതിവാദങ്ങൾ, സംവാദങ്ങൾ ഒക്കെ നടത്തുന്നുണ്ട്. എന്തിനാ അതിൻ്റെ ആവശ്യമില്ല. അവനവൻ ഇസ്ലാം എന്ത് കൽപ്പിച്ചു ആ കൽപ്പിച്ച രീതിയിൽ അവൻ അത് വിശ്വസിച്ച് അവൻ്റെ വിശ്വാസ സംഹിതകൾ അത് കൃത്യമായി അനുസരിച്ച് ജീവിച്ചാൽ പോരെ. അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ ഇസ്ലാമിന് പ്രസക്തി ഇല്ലാതെ വരും. അങ്ങനെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ ഒരു സമൂഹം ഒന്നായിട്ട് വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്ന ഷാജൻ സ്കറിയ എന്നൊരു വ്യക്തി, ആ വ്യക്തിയെ വീണ്ടും ഒന്നുകൂടി വളഞ്ഞിട്ടുകൊണ്ട് ഒരു പക്കാ പൊളിറ്റിക്കൽ ഇസ്ലാമായി മാറാനല്ല ശ്രമിക്കേണ്ടത്.